ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ പുളിമാത്തുള്ള വീട്ടിൽ പരിശോധന നടക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ അത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. SP ശശിധരൻ ഉൾപ്പെടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ 6 അനന്തരം വിവരങ്ങൾ നൽകും. അനന്തൻ, ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പരിശോധന. സമയം ഇനി ആറാഴ്ച എന്നത് ഏകദേശം ഒരാഴ്ചയൊക്കെ പിന്നിടുകയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്? ഈ പോറ്റി കൃത്യമായിട്ട് എന്തെങ്കിലും മൊഴിയുന്നുണ്ടോ? ദിവിഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് സൂചന. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ അന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. അവരുടെ നേതൃത്വത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ SIT സംഘത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വീട്ടിലെ ചില രേഖകളും ഒക്കെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഈ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എന്തോ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ അതിന് സമാന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസൃതമായുള്ള പരിശോധനയും സമാന്തരമായി നടക്കുകയാണ്. അതിനുവേണ്ടി പല ഭാഗങ്ങളിലായി ഉദ്യോഗസ്ഥർ ഉണ്ട്. ഈ തിരുവനന്തപുരത്ത് കൂടാതെ പത്തനംതിട്ടയിലും ഒപ്പം തന്നെ ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ ഉദ്യോഗസ്ഥർ നേരത്തെ പോയിരുന്നു. അപ്പോൾ ഏത് സ്ഥലത്തെ സംബന്ധിച്ചാണോ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത് അതിന് സമാന്തരമായി തന്നെ, അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ ആ സ്ഥലങ്ങളിൽ പോയി പരിശോധന നടത്തി ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ വാഹനങ്ങൾ, ഈഞ്ചക്കലിലെ ഓഫീസിൽ വാഹനങ്ങളൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കിളിമാനൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് പോകും എന്നാണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് എന്തോ സുപ്രധാനമായ വിവരങ്ങൾ ലഭിക്കാനുണ്ട്, അല്ലെങ്കിൽ കണ്ടെടുക്കാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ പീഠം കണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. അത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോയി തെളിവെടുപ്പ് നടത്തും എന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കിളിമാനൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിക്കുന്ന വീട്ടിലേക്കാണ് പോകാനുള്ള സാധ്യത എന്നാണ് അറിയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നത്. അപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ്, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന SP തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൽ ലഭിക്കും എന്ന് തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ടതുണ്ട്, സമയം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ പരിശോധനകളും അതിന്റെ സമാന്തരമായി തന്നെ നടത്തുന്നത്. ദിവിഷ്, ശരി. 6 അനന്തരമാണ് വിവരങ്ങൾ നൽകിയത്.